കുളിക്കാൻ പോകുന്നതിന് മുമ്പേ മുടിയൊക്കെ ഇങ്ങനെ ചിക്കറക്കണം നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ 2 സൈഡിലോട്ട് ഇട്ടിട്ട് താഴേന്ന് മുകളിലോട്ടാട്ട് ചിക്കറക്കണം. അപ്പം മുടി പൊട്ടാനുള്ള സാധ്യത കുറയും. ഇത് നമ്മൾ സിമ്പിൾ സ്റ്റൈലുണ്ട് ചേച്ചിൻ്റെ പഴയൊരു ടിപ്പാണ് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മളൊരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല മണാട്ടോ അതിന്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതേ വാങ്ങിച്ചിട്ട് 1 മാസത്തിന് മേലായി. നല്ല സാധനം. നമുക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലിബാമൊന്ന് തേക്കുന്നില്ല, നമുക്ക് സമയമല്ല. ഇനി അടുത്തതായി നമ്മുടെ പരക്കാത്ത കൺമശി വല്ലതൊക്കെ കഴിഞ്ഞു ഗൈസ്. അത് കിട്ടിയപ്പോൾ മാറ്റി വെച്ച നമ്മുടെ പഴയ കൺമശി നമ്മൾ എടുക്കുകയാണ്. കാരണം നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. ഈ കൺമശിയാണെങ്കിൽ ഹച്ചു എന്ന് പറഞ്ഞാൽ പരക്കും അങ്ങനെ. പക്ഷെ നമുക്ക് കൺമശി എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ചിക്കു സ്പോട്ട് ഇനി നനഞ്ഞ മുടിയിലോട്ട് നമ്മുടെ ആൽമണ്ട് ഓയിൽ തേക്കാൻ പോവാം. ഇത് ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് വന്നാലാണ് എൻ്റെ ഒടുക്കത്തെ പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ മുടി കെട്ടും? ഒന്ന് കെട്ടുന്നു അഴിക്കുന്നു അലയ്ക്കുമ്പോഴേ ഭ്രാന്താണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്ന നിമിഷമാണത്. എങ്ങനെ കെട്ടിയിട്ട് റെഡി ആവണ്ടേ? ഒരു മെനയാവുന്നില്ല. സൈഡിൽ നിന്ന് ഇടത്തോട്ടെടുക്കുന്നു, ഇടത്തുനിന്ന് വലത്തോട്ടെടുക്കുന്നു. അവസാനം ഒക്കെ കൂടി ചുരുട്ടി മേലേക്ക് പിടിച്ചിട്ട് അങ്ങനെ കുത്തി. ഇതാണ് അവസാനത്തെ ലുക്ക്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഒരാളെ കാണാൻ പോവാണേ.